പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കുകയാണ്. അപേക്ഷകർക്ക് വിമുഖത അല്ലെങ്കിൽ കാരണം അറിയാതെ PSC എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. കണ്ടല്ലോ, കാരണം അറിയാതെ PSC അപേക്ഷകർക്ക് വിമുഖത. ഈ കാരണം അറിയാതെ PSC എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത് നമ്മുടെ LP-UPയുടെ കേസാണ് പറയുന്നത്. അപേക്ഷകർക്ക് വിമുഖത എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ LDC അല്ലെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെയും ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിന്റെയും അപേക്ഷകളിൽ ഏകദേശം 7 ലക്ഷത്തോളം അപേക്ഷകൾ കുറഞ്ഞ ഒരു കേസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന അപേക്ഷകർക്ക് വിമുഖത എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അപേക്ഷകർ എത്രത്തോളം കൂടിയാലും റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാത്ത ഒരു അവസ്ഥയാണ്. ഇതേ സിറ്റുവേഷൻ ആണ് ഇന്ന് നിലവിലുള്ളത്. കാരണം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ 530/2019 എന്ന് പറയുന്ന നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ കേസ് എടുത്ത് നോക്കിയാലും ഇതേ സെയിം സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് ആരെയും പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നതല്ല, പക്ഷേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വന്നാൽ മാത്രമേ നിലവിലെ കേരള PSCയിലെ ജോലി കിട്ടുകയുള്ളൂ. അതിലെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഈ സിവിൽ പോലീസ് ഓഫീസർ. കഴിഞ്ഞ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, പരീക്ഷകളുടെ കുറച്ചും കൂടി നല്ല രീതിയിൽ പരീക്ഷകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും റാങ്ക് ലിസ്റ്റിലുള്ളവരെല്ലാവരെയും ജോലിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ കുറയ്ക്കുന്നത്. കൂടാതെ പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് 2 ഘട്ടത്തോളമുള്ള പരീക്ഷകൾ നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ചെയർമാൻ നമ്മുടെ MK സക്കീർ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ഘട്ടമായിട്ട് പരീക്ഷ നടത്തിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രിലിംസ് മെയിൻസ് പോലുള്ള പരീക്ഷകൾ നടത്തിയിട്ടും അതിനുശേഷം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ പോലുള്ള പരീക്ഷകളിൽ ഫിസിക്കൽ ടെസ്റ്റ് കൂടി വെച്ചിട്ടും ആൾക്കാരെ എടുത്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിലവിൽ ഇപ്പൊ ജോലി കൊടുക്കാത്തൊരവസ്ഥയാണ്. ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റില് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റില് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ അനിശ്ചിതകാല സമരം തുടങ്ങാനായിട്ട് പോവുകയാണ്. എത്രത്തോളം ഉള്ള ഗതികേടിലാണ് നമ്മുടെ കേരള PSCയും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റവും റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആരെയും പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നതല്ല, റാങ്ക് ലിസ്റ്റിൽ മുന്നിലോട്ടുള്ളവർക്ക് ജോലി കിട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒരിടത്ത് റാങ്ക് ലിസ്റ്റിൽ പേര് വരാതെ അത് മുന്നിലോട്ട് തന്നെ വരാനായിട്ടുള്ള പരിശ്രമം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ നടത്തുക കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കണക്കിന് കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, പഠിക്കുന്നവരെ പഠിച്ച് ജോലി വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇത് കണക്കിന് LDCയിലും ലാസ്റ്റ് ഗ്രേഡിലുമായിട്ട് 7 ലക്ഷത്തോളം പേരുടെ അപേക്ഷയാണ് കുറഞ്ഞിട്ടുള്ളത്. LD ക്ലർക്കിന് കുറഞ്ഞത് ഏകദേശം 4.62 ലക്ഷം അപേക്ഷയാണ്. അതുപോലെ തന്നെ LGS കഴിഞ്ഞ തവണത്തെക്കാൾ പകുതി പേര് അപേക്ഷ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കോമ്പറ്റീഷൻ പകുതി നമുക്ക് കുറഞ്ഞു, കുറെ പേര് പോയെന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് കോമ്പറ്റീഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ടത് കോമ്പറ്റീഷൻ അവിടെയും കുറയുകയല്ല, പഠിക്കുന്നവരായിരിക്കും അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും വീഡിയോ കാണുന്നവരിൽ തന്നെ മുക്കാൽ പേരും എന്ത് ചെയ്യുന്നതാണ്, നല്ല രീതിയിൽ പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ പോലീസ് ആകാനായിട്ട് പുരുഷന്മാരെക്കാളും താല്പര്യം സ്ത്രീകൾക്കാണ് കൂടുതലെന്ന് പറയുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, സാധാരണ എപ്പോഴും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് CPOയുടെ അപേക്ഷ കൂടിയിരിക്കും, WCPOയുടെ കുറഞ്ഞിരിക്കും. എന്നാൽ ഇത്തവണ അതിനൊരു റെസിപ്രോക്കലായിട്ട് CPOയുടെ അപേക്ഷ കുറഞ്ഞു, അതിനേക്കാളും അപേക്ഷ ആർക്ക് കൂടുതലുണ്ട്, ഇപ്പൊ WCPOയ്ക്ക് ഉണ്ട്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറുന്ന ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ പറയുന്ന WCPO അല്ലെങ്കിൽ CPOയുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന CPO WCPOയുടെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന CPO WCPOയുടെ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഈ പറയുന്ന പേയ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിലേക്ക് തന്നെ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ട്സ്, മെറ്റീരിയൽസ്, അതുപോലുള്ള മോഡൽ എക്സാംസിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പിനകത്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫയർ വുമന്റെയും ഫയർമാന്റെയും സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ചതിൽ നിന്ന് അപ്പുറത്തോട്ട് ഒരു ചോദ്യം പോലും വന്നിട്ടില്ല. 20 മാർക്കിന് 19-20 മാർക്കാണ് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്കും
അത് അച്ചീവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം CPO WCPO കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാരണം അറിയാതെ PSC എന്ന് പറയുന്ന LP UP കാർക്ക് നേരിയ വർധനവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം LP UP അപേക്ഷകളിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണ കുറച്ചുകൂടി അപേക്ഷകൾ കൂടുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ LD ക്ലർക്കിന്റെയും LGSന്റെ ഒക്കെ കൃത്യമായ കണക്കുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. കാര്യം കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണ എത്രത്തോളം അപേക്ഷകൾ കുറവാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. LD ക്ലർക്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണ ഏകദേശം 4,60,000 പേരാണ് കുറവ്. LGSലാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണ 2,20,000 പേര് കുറവാണ്. സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ PSC ഓഫീസ് അറ്റൻഡന്റില് കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണ ഏകദേശം 2,19,000 പേര് കുറവാണ്. WCPOയിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണ ഏകദേശം 28,000 പേര് കുറവാണ്. CPOയിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണ ഏകദേശം 83,000 പേര് കുറവാണ്. ആംഡ് പോലീസ് ബറ്റാലിയന്റെ SIയില് കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണ ഏകദേശം 2,800 പേര് കുറവാണ്. അപേക്ഷകർ കൂടിയ പ്രധാനപ്പെട്ട തസ്തിക എന്ന് പറയുന്നത് സിവിൽ പോലീസ് SI. സബ് ഇൻസ്പെക്ടറിന്റെ അപേക്ഷകളിൽ ഇത്തവണ ഏകദേശം 17,000 പേരുടെ അപേക്ഷകളാണ് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ LP സ്കൂൾ അധ്യാപകന്റെ കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണ ഏകദേശം 18,000 പേരുടെ അപേക്ഷകൾ കൂടിയിട്ടുണ്ട്. UP സ്കൂൾ ടീച്ചറിന്റെ ഏകദേശം ഇത്തവണ 50,000 പേരുടെ അപേക്ഷകളാണ് ഇത്തവണ UP സ്കൂൾ ടീച്ചറിന്റെയൊക്കെ കൂടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇത്തവണത്തെ സബ് ഇൻസ്പെക്ടറിന്റെയും അതുപോലെ കേരള PSCയുടെ അപേക്ഷകളുടെ ആ ഒരു നിരക്ക് അല്ലെങ്കിൽ ആ ഒരു റൊട്ടേഷൻ നിരക്ക് ഇത്തവണ ഈ ഒരു നിരക്കിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമുകളുടെ ഡേറ്റിന്റെ കാര്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ LDCയുടെയും LGSന്റെയും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന LDCയുടെയും LGSന്റെയും കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ PDF മെറ്റീരിയൽസ് അതുപോലെ തന്നെ അതിന്റെ മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കൽ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. പേയ്മെന്റ് നമ്പർ അറിയാലോ, മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതേ ദിവസം തന്നെ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ എക്സാമിന്റെ ഡേറ്റുകളെ കുറിച്ചാണ്. ആ ഡേറ്റുകളുടെ കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക, ഡിഗ്രിയുടെ പ്രിലിംസ് എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിരിക്കും. പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ CPO WCPOയുടെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് മെയ് ജൂലൈ സമയത്തായിരിക്കും. അതുപോലെ തന്നെ CPO അല്ലെങ്കിൽ വിമൻ എക്സൈസ് ഓഫീസറിന്റെ മെയിലിന്റെ എക്സാമിനേഷൻ 17-ാം തീയതി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ എക്സൈസ് ഓഫീസറിന്റെ വിമൻ എക്സൈസ് ഓഫീസറിന്റെ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നതും ഈ പറയുന്ന മെയ് ജൂൺ ആ ഒരു സമയത്തായിരിക്കും, ജൂലൈ സമയത്തായിരിക്കും. അതുപോലെ തന്നെ LP സ്കൂൾ ടീച്ചറിന്റെ എക്സാമിനേഷൻ ജൂലൈ സെപ്റ്റംബർ ആയിരിക്കും. UP സ്കൂൾ ടീച്ചറിന്റെ ജൂൺ ഓഗസ്റ്റിലായിരിക്കും. ക്ലർക്കിന്റെ എന്ന് പറയുമ്പോൾ LD ക്ലർക്കിന്റെ എക്സാമിനേഷൻ ജൂലൈ സെപ്റ്റംബർ ആ ഒരു സമയത്തായിരിക്കും. LGSന്റെ എക്സാമിനേഷൻ സെപ്റ്റംബർ നവംബർ സമയത്തായിരിക്കും. ഡിഗ്രി മെയിൻസിന്റെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് നടക്കാനായിട്ട് പോകുന്ന ഏപ്രിൽ ജൂൺ ആണ്. മെയിൻസ് എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒക്ടോബർ ആ ഒരു സമയത്തായിരിക്കും. പിന്നെ 10th പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് ലാബ് അസിസ്റ്റന്റിന്റെ ഒക്കെ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് ഒക്ടോബർ ഡിസംബർ സമയത്തായിരിക്കും. 10th മെയിൻസിന്റെ എക്സാമിനേഷൻ നമ്മൾ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ ഒക്കെ ഈ പറയുന്ന മെയിൻസ് എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് 2025 മാർച്ച് മെയ് സമയത്തായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ഡേറ്റിന്റെ അറേഞ്ച്മെന്റ് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് LDCയുടെ റാങ്ക് ലിസ്റ്റ് പകുതി കാലാവധി പിന്നിട്ടു, നിയമനം 4-1 മാത്രം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും പേര് വന്നിട്ട് കാര്യമില്ല, മുകളിലോട്ട് തന്നെ വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്ത LDC പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും, ആൾമാറാട്ടം നമ്മുടെ തിരുവനന്തപുരം പൂജപ്പുരയില് ഒരു നമ്മുടെ LGSന്റെ എക്സാമിനേഷൻ നടത്തിയതിന്റെ അതിൽ ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടന് വേണ്ടി പരീക്ഷ എഴുതാൻ വന്നത് അനിയൻ. അപ്പോൾ ഈ ബയോമെട്രിക് സ്കാനിങ് വളരെ കുറച്ച് പേരിൽ മാത്രമാണ് നടത്തിയത്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ചീറ്റിംഗ് പിടിക്കപ്പെട്ടത്. അപ്പൊ എന്തായാലും ബയോമെട്രിക് ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നടത്തേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാര്യം SSC പരീക്ഷയിലൊക്കെ കൃത്യമായ ചെക്കിങ്ങോടുകൂടി തന്നെയാണ് പരീക്ഷകൾ നടത്തുന്നത്. കേരള PSCയിലും അത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ പറയുന്നത്, കുറച്ചും കൂടി ടൈറ്റ് ആക്കിയാൽ മാത്രമേ അതിനകത്തുള്ള ട്രാൻസ്പെറൻസി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ച് പരീക്ഷ എഴുതുന്നവർക്ക് മണ്ടന്മാരായി പോകുന്നൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാകും. ഓൾറെഡി അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആഘാതം കൂട്ടേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ LGS പരീക്ഷയിൽ ആൾമാറാട്ടത്തിന്റെ ഏറെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണും. അതിന്റെ സെയിം കാര്യങ്ങളാണ് പറയുന്നത്. ബയോമെട്രിക് പരീക്ഷ അല്ലെങ്കിൽ ബയോമെട്രിക് പരിശോധന നമുക്കറിയാം, നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനിങ് ആണ് ആ ബയോമെട്രിക് എന്ന് പറയുന്നത്. അത് ഇനി കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്.
അതുപോലെ തന്നെ നമ്മുടെ മത്സര പരീക്ഷകളിലെ ക്രമക്കേടിന് 10 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് UPSC SSC നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതുന്നവർ മാത്രം പരീക്ഷയിൽ ജയിച്ചാൽ മതി, അല്ലാത്തവർ പരീക്ഷയ്ക്ക് പോകണ്ട, അല്ലെ? അടുത്ത നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പ്രായപരിധി 3 വർഷം ഉയർത്തി എന്ന് പറയുന്നുണ്ട്. കാര്യം ഇത് നമ്മുടെ കോവിഡിന്റെ സമയത്ത് 3 വർഷത്തേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലായിരുന്നു. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അത്. അപ്പോൾ എന്താണ് ആ ഒരു ചാൻസ് പോയവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ എക്കണോമിക്സിന്റെ റാങ്ക് ലിസ്റ്റിൽ 421 പേര് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽ 1623 പേരാണ് വന്നിട്ടുള്ളത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ 3415 പേരാണ്. അതിൽ ഓരോന്നിലും എത്ര പേരാണ് ഒഴിവുള്ളത്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റിലേക്ക് 9 ഒഴിവുകളാണ്, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷനിൽ 16 ഒഴിവുകളാണ്, ബാംബു കോർപ്പറേഷനിൽ 8 ഒഴിവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലോഡ് വർക്കേഴ്സിൽ 162 ഒഴിവ്. അങ്ങനെ ഓരോന്നിലും കൃത്യമായിട്ടുള്ള ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ടോട്ടൽ ആയിട്ടുള്ള ഒഴിവുകൾ എന്ന് പറയുന്നത് 300 ഒഴിവുകളാണ്. എന്ന് പറയുമ്പോൾ 3000 പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 300 പേർക്കാണ് അതിനകത്ത് ജോലി കിട്ടാനായിട്ട് പോകുന്നത്. അത് ഈ പറയുന്ന 300 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 350 വരെയൊക്കെ കൂടാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന ശുപാർശ 1684 അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞ അല്ലെങ്കിൽ നിലവിലുള്ള അല്ലെങ്കിൽ മുന്നത്തെ പറയുന്ന ഒഴിവുകളായിരിക്കും. അത് റിപ്പോർട്ടഡ് വേക്കൻസീസ് അനുസരിച്ച് എന്ത് ചെയ്യുന്ന ഒഴിവുകൾ കൂടിക്കൊണ്ടിരിക്കും, അല്ലെ? അടുത്ത നമ്മുടെ ബിവറേജസിന്റെ LDCയുടെ റാങ്ക് ലിസ്റ്റിൽ 3179 പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിന്റെ 1ാം ഘട്ട നിയമനം 45 പേർക്കാണ്. അതുപോലെ തന്നെ ജല അതോറിറ്റിയുടെ ലീഗൽ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള 6 തസ്തികയിലേക്ക് PSC ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നുണ്ട്. PSC ഈ ആഴ്ച നടത്തിയിട്ടുള്ള PSC പരീക്ഷകൾ, ഇന്റർവ്യൂസ്, ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എക്സൈസിന്റെ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. 100 രൂപയാണ് എക്സൈസിന്റെ പേയ്മെന്റ്. LDC LGS ആണെങ്കിൽ 200 രൂപയാണ്. CPO WCPO ആണെന്നുണ്ടെങ്കിൽ 500 രൂപയാണ്. അപ്പോൾ ഈ പറയുന്ന കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന പേയ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക. പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സ്ആപ്പ് അയക്കുക. അപ്പോൾ വാട്സാപ്പിൽ അയക്കാൻ നേരത്ത് നിങ്ങൾ അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക, 996111692722. ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യരുത്. ഇത് കോൾ എനേബിൾഡ് ആയിട്ടുള്ള നമ്പറല്ല, പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള മാത്രം നമ്പറാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ മറ്റൊരു വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.